ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തായ്ലൻഡ് സീരീസിലെ ഡേ 3. അപ്പോൾ ഡേ 3 നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സഫാരി വേൾഡാണ്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ 1 ഫുൾ ഡേ നിങ്ങൾ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ ദിവസം വേറെ ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴത്തെ പോലും ക്ലൂക്ക് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി പ്രിന്റ് എടുത്തത്. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്, അതുകൊണ്ടാണ് വേറെ ഒന്നും ആ ദിവസം പ്ലാൻ ചെയ്യരുതെന്ന് പറയുന്നത്. ബിക്കോസ് 1 ഫുൾ ഡേ അവിടെ നമുക്ക് പോകും. ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഷോ. നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത് സഫാരി പാർക്ക്, മറൈൻ പാർക്ക് പ്ലസ് ഒരു ഇന്ത്യൻ ബൊഫെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പെർ ഹെഡ് നമുക്കുണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് 3500 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് ഒറാങ്കുട്ടൻ ഷോ ആണ്. അതിൻ്റെ ടൈമിങ്സ് അവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ഷോയ്ക്ക് പോകാം കേട്ടോ. ബട്ട് ഷോ മാത്രം കാണാൻ നിന്നാൽ നിങ്ങൾക്ക് വേറൊരു പ്ലേസും കവർ ചെയ്യാൻ പറ്റില്ല സൂവിലുള്ളത്. അപ്പോൾ മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാൻ നോക്കാം. പിന്നെ എലിഫന്റ് ഷോ ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഷോ എന്ന് പറഞ്ഞത് കണ്ടതിലൊക്കെ. പിന്നെ എലിഫന്റ് ഷോ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷോ എന്ന് പറയുന്നത് സ്പൈവാർ ആയിരുന്നു. കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഷോ ആണ് കേട്ടോ സ്പൈവാർ എന്ന് പറയുന്നത്. ഇനി അത് എൻജോയ് ചെയ്യുന്നവർക്ക് കാണാം. നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ സൂവിൻ്റെ. പിന്നെ നമ്മൾ നേരെ ഒറാങ്കുട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോയി. ഇതിന് നമ്മൾ 500 ബാത്ത് എക്സ്ട്രാ കൊടുത്തിട്ടാട്ടോ ഫോട്ടോ എടുത്ത്. അതേപോലെ നിങ്ങൾക്ക് ബേർഡ്സിൻ്റെ കൂടെയും ടൈഗറിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാം. അതിന് എക്സ്ട്രാ കൊടുക്കണം, പൈസ കൊടുക്കണം. അവരുടെ ടിക്കറ്റ് റേഞ്ചിൽ തന്നെ സെപ്പറേറ്റ് ടിക്കറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ജിറാഫിൻ്റെ ഫീഡിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ടിക്കറ്റ് വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഡോൾഫിൻ ഷോ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണണമായിരുന്നു. അപ്പോൾ ടിക്കറ്റ് അവിടെ കാണിച്ചാൽ നിങ്ങൾ ടേബിൾ നമ്പർ പറഞ്ഞുതരും. നമ്മുടെ ടേബിൾ നമ്പർ 169 ആയിരുന്നു. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ്. പിന്നെ സഫാരി വേൾഡ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ബോട്ടിൽ ഓഫ് വാട്ടർ 1 ഫുൾ ഡേ നിങ്ങൾ അവിടെ ഉള്ളതാണ്. അപ്പോൾ നല്ല ചൂടാണ്. ഒരുപാട് ഏരിയാസ് നടക്കാനും കവർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ദാഹിക്കും. അപ്പോൾ വെള്ളം എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഷെയ്ഡ്സ്, ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഷെയ്ഡ്സ് എടുക്കാൻ നോക്കാം. അതേപോലെ തന്നെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ക്യാപ്പ് എടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഡോൾഫിൻ ഷോ കാണാൻ പോയി. ഡോൾഫിൻ ഷോ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. ഇതിന് ശേഷമുള്ള ഷോ എന്ന് പറയുന്നത് സീ ലയൺ ഷോയും ബേർഡ് ഷോയും. അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ സൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ സൂവിൽ കുറച്ച് ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. പിന്നെ നടന്ന് ക്ഷീണിച്ചു. പിന്നെ 3:30 ആകുമ്പോഴേക്കും നമുക്ക് സഫാരി പാർക്കിൽ എത്തണമായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ജംഗിൾ ഡ്രൈവിനുള്ള വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ടിക്കറ്റിനനുസരിച്ചുള്ള വണ്ടി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതായിരുന്നു ഞങ്ങളുടെ വണ്ടി. അല്ലാതെ നിങ്ങളുടെ ഓൺ വെഹിക്കിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ വെഹിക്കിൾ ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അവർ ഉള്ളിൽ ജംഗിളിലോട്ട് കടത്തി വിടുള്ളൂ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1 അവർ ഉണ്ടാവും നിങ്ങൾക്ക് ജേണി എന്ന് പറയാം. പിന്നെ നിങ്ങൾ പട്ടായ പോകുന്നുണ്ടെങ്കിൽ പട്ടായയിലെ ടൈഗർ പാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇവിടെ സഫാരി വേൾഡ് കാണുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സ്കിപ്പ് ചെയ്തിട്ട് ടൈഗർ പാർക്കിലേക്ക് പോകാം കേട്ടോ. ടിക്കറ്റിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ട്രിപ്പ്